ഹേ മേബ്സ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് ടാന് ആ ഒരു വീട്ടിലെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു മൈ സൈക്കോയെ പോലെ നോക്കി ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിംഗിൽ ആ ഒരു ഗണ്ണ് കിട്ടുന്നത് നമ്മളെ ടീയുടെ കയ്യിലാണ്. ടീ ആണെന്നുണ്ടെങ്കിൽ അത് ഫ്ലോക്കിനെ എയിം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ടാൻ ആണെങ്കിൽ കുറച്ചേരം സൈക്കോയെ പോലെയൊക്കെ നോക്കി ചിരിച്ചിട്ട് പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെ അയ്യോ ടീ നീ അങ്ങനെ ഒന്നും ചെയ്യല്ലേ, നമുക്ക് എന്ത് കാര്യമാണെങ്കിലും കാമായിട്ട് ചെയ്യാന്ന് പറയാണ്. ഇദ്ദേഹം ടീക്കാന്നുണ്ടെങ്കിലും ദേഷ്യം വരുന്നുണ്ട്. നീ നിന്റെ വാടിച്ചൊന്നും മിണ്ടാതെ നിൽക്കുവോ, നിന്നെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല, പിന്നെ ചുമ്മാ സംസാരിച്ചോളൂന്നൊക്കെ. പക്ഷെ നമ്മുടെ വയറ്റിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. ടീ എന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യത്തിൽ അവന് നല്ല രീതിയിൽ തന്നെ പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ടീ എടുത്ത് പറയുന്നുണ്ട്, ടീ നീ എന്റെ അടുത്ത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന്, പ്ലീസ് നീ ആ ഒരു ഗണ്ണ് മാറ്റി വെക്ക്, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് കാമായിട്ട് ചെയ്യാലോ. ടാനും വഴക്ക് പറയലോ എന്നൊക്കെ അവനും പറയുന്നുണ്ട്. അതേസമയം ഇവിടെ പി ജിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ്. ടാനും പിയും കൂടി ചേർന്നിട്ട് ഇവരുടെ ആ ഒരു ഷോർട്ട് ഫിലിം ടെലികാസ്റ്റ് ചെയ്യുന്ന ഡേ അവിടെ വന്നതും അതിനുശേഷം രണ്ടുപേരും കൂടി മീറ്റ് ചെയ്ത് സംസാരിച്ച് രണ്ടുപേരും ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഇവരുടെ സ്കൂളിലേക്ക് സ്റ്റുഡൻസ് ആയിട്ട് ചെല്ലുക എന്നുള്ളത്. അങ്ങനെ അതിനുശേഷം ഇവരുമായിട്ട് ക്ലോസ് ആയതും അതേപോലെ തന്നെ നമ്മുടെ ടാനാന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു ഡ്രഗ്സ് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ഈ കാര്യങ്ങളെല്ലാം തുടക്കം തൊട്ടേ അറിയാവുന്ന കാര്യങ്ങളല്ലായിരുന്നു, അപ്പൊ പിന്നെ നിനക്ക് അവനെ തടഞ്ഞൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതേക്കുന്ന പി ആണെങ്കിൽ നിനക്ക് നോണിനും ടാനയും പറ്റി ഇത് മാത്രമേ അറിയത്തുള്ളൂ, ഇതിനേക്കാളും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഇവര് ജിന്നിന് വേണ്ടിയിട്ട് പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീട്ടിലേക്ക് വന്ന ദിവസം പിയും ടാനും കൂടി ചേർന്നിട്ട് അവിടെ ഫുള്ളും റെക്കോർഡ് ചെയ്യാനുള്ള സാധനങ്ങളും അതേപോലെ തന്നെ ക്യാമറയും സെറ്റ് ചെയ്ത് വെച്ചേപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇവർക്ക് കുടിക്കാനുള്ള ആൽക്കഹോളിൽ ഫുൾ ഡ്രഗ്സ് ഒക്കെ കലക്കിയായിരുന്നു. പക്ഷേ അതിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പിക്ക് പങ്ക്. അതിനുശേഷം നമ്മുടെ ടാനാന്നുണ്ടെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഓർണ കാട്ടിനകത്തേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ടാനാണെങ്കിൽ അവിടെ ഫുള്ളും ബ്ലഡ് മാതിരിയുള്ള സംഭവം എടുത്ത് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ അതും കണ്ടിട്ടാണ് നമ്മുടെ പോറാന്നുണ്ടെങ്കിൽ കാട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. അതിനകത്തേക്ക് ചെന്ന് കയറുമ്പോൾ അവന് ഹാലുസിനേഷൻ അധികം ആവുകയാണ്. അവനും ആ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചേപ്പുണ്ടായിരുന്നല്ലോ, അങ്ങനെ അത് കാരണം അവന്റെ മുമ്പിലായിട്ട് ഒരു കറുത്ത രൂപം വന്ന് നിൽക്കുന്നതായിട്ട് അവന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു കറുത്ത രൂപം മാസ്ക് എടുത്ത് മാറ്റുമ്പോൾ അത് നോൺ ആയിട്ടാണ് അവന് ഫീൽ ചെയ്യുന്നത്. നോൺ സോറി ഞാൻ ഒന്നും വേണമെന്ന് വെച്ചിട്ട് അല്ല ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുള്ളിൽ തിരിഞ്ഞു ഓടുന്ന വഴിക്കാണ് ഒരു മരിച്ചില വയറ്റിനകത്ത് കുത്തി കയറുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പി അറിയാതെ ഇവരുടെ ഡ്രൈവർ ഉണ്ടല്ലോ ഡാങ് എന്ന് പറയുന്ന അങ്കിൾ, അയാളെയും കൊന്നത് നമ്മുടെ ടാൻ തന്നെയാണ്. അതിനുശേഷം പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോപ്പുമായിട്ട് പോകുന്ന ടൈമിൽ ടോപ്പിന് ഹാലുസിനേഷൻ ഉണ്ടാവുകയാണ്. അന്നേരം നമ്മുടെ ടാൻ ആണെങ്കിൽ പെട്ടെന്നൊരു കമ്പുണ്ട് നമ്മുടെ ടോപ്പിന് അടിക്കുന്നുണ്ട്. ടോപ്പിന് അടിക്കുന്ന സൗണ്ടാണ് ബാക്കിയുള്ളവർ വാക്കി ടോക്കി വഴി കേൾക്കുന്നത്. അങ്ങനെ അതിനുശേഷം ടോപ്പിനെ കൊണ്ട് വരുന്നത് ആ ഒരു ബലി കൊടുക്കുന്ന സ്ഥലത്താണ്. അവിടെ വന്നതിന് ശേഷം ഹാലുസിനേഷൻ അധികമായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാനാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചില മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ടോപ്പിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടോപ്പിന് പെട്ടെന്ന് തന്നെ ബോധം വരുമ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്ക് ഇവിടെ നിൽക്കേണ്ട, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മളെ നോൺ കൊല്ലു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സന്ദർഭം മുതലെടുത്തോണ്ട് നമ്മുടെ ടാനാണെങ്കിൽ ടോപ്പിന്റെ അടുത്ത്, ടോപ്പ് നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല, നീ നോണിനെ ഹെൽപ്പ് ചെയ്താൽ മതി, അവൻ ആരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ അവരെല്ലാരും നീ ഉപദ്രവിക്കാന്നുണ്ടെങ്കിൽ അവൻ നിന്റെ അടുത്ത് ക്ഷമിക്കും, അതായിരിക്കും നല്ലതെന്നൊക്കെ. ഇതേക്കുന്ന ടോപ്പ് ആണെങ്കിൽ ഓൾറെഡി ഹാലുസിനേഷൻ ഉണ്ടാക്കുന്ന ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചപ്പോണ്ടായിരുന്നല്ലോ, അതും പോരാഞ്ഞിട്ട് ഇവൻ കുറച്ചുകൂടി ഡ്രഗ്സ് ഇപ്പൊ കൊടുത്തേക്കാണ്. അപ്പൊ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ടോപ്പാന്നുണ്ടെങ്കിൽ തീരുമാനിക്കുകയാണ് നോണിന് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടാനാന്നുണ്ടെങ്കിൽ ആ ഒരു കറുത്ത മാസ്ക് രൂപമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നെ നമ്മുടെ വൈറ്റിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ വൈറ്റിന് ആ ഒരു ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ ആ ഒരു സീഡി കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു സീഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാൻ മനഃപൂർവ്വം വെച്ചാണ്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജിന്റെ അടുത്ത് പറയുമ്പോഴേ ജിന്നാന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ഓ അപ്പൊ പിന്നെ നീയും കൂടി ചേർന്നിട്ട് ഞങ്ങളെല്ലാവരും കൊല്ലാൻ വേണ്ടി ശ്രമിക്കായിരുന്നല്ലേ പി, ഇതേക്ക് നമ്മുടെ പി ആണെന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഞാൻ ടാനോട് ചേർന്നിട്ട് ഇവിടേക്ക് വന്നത്. പക്ഷെ ടാൻ ഒരിക്കലും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഞാൻ വിചാരിച്ചതല്ല, അവൻ എല്ലാരും കൊല്ലാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവന്റെ കൂടെ ഇവിടേക്ക് വരത്തില്ല എന്ന്, പ്ലീസ് ജിൻ നീ എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ ഒരിക്കലും ആരെയും കൊല്ലണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇതേക്കുന്ന ജിന്നാണെങ്കിൽ ഓ അപ്പൊ പിന്നെ നോണിന്റെ ബ്രദർ ആണല്ലേ ന്യൂ എന്ന് പറഞ്ഞാൽ ടാന്. ഇതേക്കുന്ന പി ആണെങ്കിൽ ആ നീ പറഞ്ഞത് ശരിയാണ്, ന്യൂ തന്നെയാണ് ടാന്, ടാനാന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ പഠിക്കുമായിരുന്നു, ഇതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നേന്നൊക്കെ പറയാണ്. ഓ അപ്പൊ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നോണിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്നൊക്കെ ജിൻ ചോദിക്കുന്നുണ്ട്. ആണ് നമ്മുടെ പി പറയാണ്. ഇതേക്കുന്ന ജിന്നാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങളെ ഫ്രണ്ട്സ് ആയിട്ട് കണ്ടിട്ടുണ്ടോ, ഫ്രണ്ട്സ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ലല്ലോ എന്ന് പറയണേ. ഇതേക്കുന്ന പീക്കും ദേഷ്യം വന്നിട്ട് നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല, നോണിനെ ഞാൻ ലാസ്റ്റ് കണ്ടപ്പോൾ ഞാൻ എന്താ അവന്റെ അടുത്ത് പറഞ്ഞെന്നറിയോ, ഒന്നെങ്കിൽ നീ എവിടേക്കെങ്കിലും പോകണം അല്ലെങ്കിൽ നീ മരിച്ചു പോകണമെന്ന്, ഇത് എത്രത്തോളം എന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ, എനിക്ക് ശരിക്കും പറയുന്നതിന്റെ കുറ്റബോധമാണ്. അതിനുശേഷം ഞാൻ നോണിനെ കണ്ടിട്ടേ ഇല്ല, നോൺ മരിച്ചു പോയോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല, എനിക്ക് അവൻ എവിടെ ഉണ്ടോ എന്തോന്ന് എനിക്ക് കണ്ടുപിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നേന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ജിന്നാന്നുറയിൽ കുറച്ചേരം ആലോചിച്ചിരുന്നിട്ട് ഇതിൽ നിനക്ക് കുറ്റബോധം തോന്നേണ്ട ഒരു കാര്യമില്ല, കാരണം അവന്റെ അടുത്ത് ഏറ്റവും വലിയ തെറ്റിയത് ഞാനാണ്, അവനിപ്പോ കാണാതായാലും കൂടുതൽ പങ്കുള്ളത് എനിക്കാണെന്ന് പറയാണ്. ഇദ്ദേഹത്തെ പി ആണെന്നുണ്ടെങ്കിൽ എന്തോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേ അത് വേറൊന്നുമല്ല, അന്ന് ആ ഒരു വീഡിയോ എടുത്തത് ഞാനാണ്, അതേപോലെ തന്നെ അത് ലീക്ക് ആക്കിയത് ഞാനാണെന്നൊക്കെ. ഇദ്ദേഹത്തെ പി ആണെങ്കിൽ ഓ അപ്പൊ പിന്നെ നമ്മൾ രണ്ടുപേരും ഒരേപോലെ തെറ്റ് ചെയ്ത ആൾക്കാരാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എഴുന്നേറ്റ് പോയി നോക്കുമ്പോഴേ അവിടെ നമ്മുടെ ടാൻ വെച്ചിട്ടുള്ള ഒരു ആക്സ് അവിടെ കാണുവാണ്. ഇത് ചിലപ്പോൾ ടാൻ ആയിരിക്കും ഇവിടെ വെച്ചത്, എന്തായാലും കുഴപ്പമില്ല, ഇതിപ്പോ നമുക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആക്സ് എടുത്തോണ്ട് വന്നിട്ട്
വന്നിട്ട് ആ ഒരു ഡോറ് തല്ലി പൊളിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ടീ ഫ്ലൂക്കിന് നേർക്ക് എണ്ണ എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈറ്റിനാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. ടീ നീ അവനെ പേടിപ്പിക്കാൻ മാത്രമല്ലേ ചെയ്യത്തുള്ളൂ, അല്ല നീ വേറൊന്നും ചെയ്യത്തില്ലല്ലോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വെച്ച് ടാൻ ചോദിക്കുന്നുണ്ട് ആ ഒരു വാക്കി ടോക്കി എന്ത് ചെയ്യുന്നൊക്കെ. വാക്കി ടോക്കി പൊട്ടിപ്പോയെന്നൊക്കെ വൈറ്റ് പറയാണ്. അതിലെല്ലാം കാണക്ക ഈ ഫ്ലൂക്കാണ് അത് പൊട്ടിച്ചെന്നൊക്കെ ടീ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ടാൻ ആണെങ്കിൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതെല്ലാം നോന്റെ സ്ക്രിപ്റ്റിലുള്ള സംഭവങ്ങളാണ്. ടോപ്പിനെ നോക്കി ടോപ്പ് ഒരുമാതിരി ബാധ കയറിയ അവസ്ഥയിലാണ്. പിന്നെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കിയെന്ന് പറയുമ്പോഴേ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല, ടോപ്പ് ഏതോ ഡ്രഗ്സ് യൂസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയെന്ന് വൈറ്റ് പറയുന്നുണ്ട്. നിനക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ, ഈ ഒരു കാരണം നടക്ക് ആരാ ഡ്രഗ്സ് കൊണ്ടുവരാന്നൊക്കെ നമ്മുടെ ടീ ചോദിക്കുമ്പോൾ അതോ ഈ ഒരു കാട്ടിലുള്ള മഷ്റൂംസോ ലീവ്സോ അത് ഏതെങ്കിലും ഉള്ളിൽ ചെന്നാൽ മതി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാലുസിനേഷൻ അധികം ഉണ്ടാക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വൈറ്റ് പറയുന്നുണ്ട്. അതിനൊട്ടും തന്നെ ചാൻസ് ഇല്ല, ഇതെല്ലാം ചെയ്യുന്ന നോൺ തന്നെയാണ്, നമ്മൾ നോണിനെ ഉപദ്രവിച്ചില്ലേ അതിന് അവൻ പ്രതികാരം ചെയ്യാണ്, നമ്മൾ എല്ലാരും ഇവിടെ കിടന്ന് മരിക്കുമെന്നൊക്കെ ഫ്ലൂക്ക് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ ടോപ്പിന് ബോധം വന്നിട്ട് എല്ലാരെയും ഞാൻ കൊല്ലും, നോണിനെ ഉപദ്രവിച്ച് എല്ലാരും കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് വയലന്റ് ആവാണ്. അവനെന്നുണ്ടെങ്കിൽ കെട്ടിയിട്ടേക്കാണ്. അതേസമയം ഇവിടെ കാണിക്കുന്ന നമ്മുടെ പി എ ജിന്നിനാണ്. രണ്ടുപേരും കൂടി ആ ഒരു കാട് കടന്നിട്ട് ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അവർ എത്രയൊക്കെ നടന്നിട്ടും തിരിച്ചെത്തുന്നത് അവരെവിടെയാണ് വന്ന് നിൽക്കുന്നത് ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പി ആ ഒരു ആക്സ് വെച്ചിട്ട് അവിടെ ഒരു മരത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. തിരിച്ച് പിന്നെയും ആ ഒരു സ്ഥലത്തേക്കാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ എത്ര തവണ ആ ഒരു സ്ഥലത്ത് നിന്ന് നടന്നാല് പിന്നെയും പിന്നെ അവർ തിരിച്ചു വരുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. ഇത് കാണുന്ന ജിന്നാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ജാന്ത എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്തേക്ക് ആരെങ്കിലും വരുവാന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ആ ഒരു സ്ഥലം വിട്ട് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്ന്, മിക്കവാറും നമ്മൾ രണ്ടുപേരും ഇവിടെ തന്നെ വെച്ച് മരിക്കുമെന്നൊക്കെ ജിൻ പറയുന്നുണ്ട്. ഇതേക്കുന്ന പിയാന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിന്നെ ഞാൻ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി നമ്മുടെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യാണ്, നീ എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിന്നെ കൈയും പിടിച്ചോണ്ട് പിയാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. അതേസമയം ഇവിടെ ടീയാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പേടിച്ചിട്ട് ടോപ്പാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വയലന്റ് ആവാണല്ലോ, അവന്റെ നേർക്ക് എണ്ണാന്നുണ്ടെങ്കിൽ എയിം ചെയ്ത് നിൽക്കുകയാണ്. ഇത് കാണുന്ന വൈറ്റിന് ടീ അവനെ വെടിവെക്കുന്ന ഉറപ്പ് വരുവാണ്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട് ടീ നീ അവനെ ഒന്നും ചെയ്യില്ലേ, അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, നീ ജസ്റ്റ് അവനെ പേടിപ്പിച്ചാൽ മാത്രം മതി, ഇനി അഥവാ അവന്റെ പെരുമാറ്റം കണ്ടിട്ട് നിനക്ക് പേടിയാവുന്നുണ്ടെങ്കിൽ അവനെ ബോധം കെടുത്തിയാൽ പോരെ, അതേപോലെ തന്നെ അവനിപ്പോ നമ്മൾ കെട്ടിയിട്ടേക്കല്ലേ, അവനപ്പോ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടുന്ന് ആദ്യമേ രക്ഷപ്പെടാൻ നോക്കാം, നിന്റെ കയ്യിലുള്ള ഗണ്ണ് എന്റെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ട് വൈറ്റ് പറയുന്നുണ്ട്. അപ്പൊ ടാനും പറയുന്നുണ്ട് ടീ ആ ഒരു ഗണ്ണ് വൈറ്റിന്റെ കൈ കൊടുക്ക്, എന്തായാലും ടോപ്പ് നമ്മുടെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല, ടോപ്പിനെ എന്തായാലും കെട്ടിയിട്ടേക്കല്ലേ എന്നൊക്കെ. ഇതേക്കുന്ന ടീയാന്നുണ്ടെങ്കിൽ ആ ഒരു ഗണ്ണ് എടുത്ത് നമ്മുടെ വൈറ്റിന്റെ കയ്യിലേക്ക് കൊടുക്കാണ്. ഇതാണെന്ന് ഫ്ലൂക്ക് ആണെങ്കിൽ നീ ഗണ്ണ് കൊടുത്താൽ എങ്ങനെ, ടോപ്പ് അങ്ങനെ നമ്മൾ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊക്കെ. ടീക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് കുറച്ചു മുമ്പ് നീ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നില്ലേ, ആ നീയാണോ അവിടെ സംസാരിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്ലൂക്കിന്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ ഫ്ലൂക്ക് ആണെങ്കിൽ നേരെ തിരിച്ച് ടീയുടെ അടുത്ത് എല്ലാത്തിനും കാരണക്കാരൻ നീ മാത്രമാണ്, നീ ആണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ. അങ്ങനെ ഇതും പറഞ്ഞിട്ട് ഇവര് തമ്മിൽ അടിയുണ്ടാവാൻ പോവാണ്. അതേസമയം ഇവിടെ പുറത്താണെങ്കിൽ നമ്മുടെ ജിന്നും പിയും കൂടി ആ ഒരു വീടിന്റെ അടുത്തേക്ക് എത്താറാവുമ്പോഴത്തേക്കും നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. പിയാന്നുണ്ടെങ്കിൽ ജിങ്ങിനെ താങ്ങി എഴുന്നേപ്പിച്ചിട്ട് നമ്മളിവിടെ വീടിന്റെ അടുത്ത് എത്താറായെന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് ആ ഒരു ആക്സാന്നുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് വന്ന് വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവരകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ആകപ്പാട് യുദ്ധക്കളം പോലെ കിടക്കുന്ന സ്ഥലമാണ്. ഇത് കണ്ടപാടെ തന്നെ നമ്മുടെ പി ചോദിക്കുന്നുണ്ട് എന്തെവിടെ സംഭവിച്ചെന്നൊക്കെ. ഓ നിങ്ങൾ വന്നോ, ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടല്ലോ, ഓൾറെഡി ഒരുത്തരാന്നുണ്ടെങ്കിൽ മരിച്ചുപോയി, ഒരുത്തരാന്നുണ്ടെങ്കിൽ ബാധ കയറിയ അവസ്ഥയിലാണ്, ബാക്കി ഞങ്ങളുടെ ആരും നിങ്ങൾ നോക്കിയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ടാൻ പറയുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണമെന്നൊക്കെ. ഇതേക്കുന്ന ജിന്നാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ദേഷ്യം വന്നിട്ട് ഓ ഇവിടുന്ന് രക്ഷപ്പെടണമല്ലേ ടാൻ, നമ്മൾ എപ്പോഴാണ് ഇവിടുന്ന് രക്ഷപ്പെടുന്നത്, ഓ അതൊക്കെ പോട്ടെ ഞാൻ നിന്നെ ന്യൂ എന്ന് വിളിക്കണോ അതോ ടാൻ എന്ന് വിളിക്കണോ, നിനക്ക് നോണിനെ അറിയാലോ എന്നൊക്കെ നമ്മുടെ ജിൻ ചോദിക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ ടാനാന്നുണ്ടെങ്കിൽ നോണോ അതാരാ എനിക്ക് അറിയത്തില്ല എന്ന് പറയണേ. ഇതേക്കുന്ന പി ആണെങ്കിൽ നീ ഒന്ന് നിർത്തലാക്ക്, നിന്നെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞെന്നൊക്കെ. ഇതേക്കുന്ന ടീ ആണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാതെ ന്യൂ ആരാന്ന് പറഞ്ഞ് അവൻ ചോദിക്കാണ്. ഇതേക്കുന്ന പി ആണെങ്കിൽ ന്യൂ വേറെ ആരുമല്ല, ടാനും ന്യൂ ഒന്ന് തന്നെയാണ്, നോന്റെ ബ്രദർ ആണ് ന്യൂ, അവൻ റിവെഞ്ച് എടുക്കാൻ വേണ്ടിട്ട് ഇവിടേക്ക് വന്നേന്നൊക്കെ. ഇത് കേട്ടപാടെ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഫ്ലൂക്ക് ആണെങ്കിൽ വൈറ്റിന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് പിടിച്ച് വാങ്ങിച്ചിട്ട് വൈറ്റിനെ തന്നെ എയിം ചെയ്ത് നിർത്തിയേക്കാണ്. അപ്പൊ പി പറയുന്നുണ്ട് ഫ്ലൂക്ക് നീ അവനൊന്നും ചെയ്യാൻ പാടില്ല, അവൻ ഇതിന്റെ പാർട്ടേ അല്ല, അവൻ ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല, നീ എന്ത് കാര്യം ചെയ്താലും ശ്രദ്ധിച്ചു വേണം ചെയ്യാന്നൊക്കെ. ഇതേക്കുന്ന ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങളെല്ലാരും ടാന്റെ ഗ്രൂപ്പാണ്, നിങ്ങളെല്ലാരും എന്റെ അടുത്ത് നിന്ന് മാറിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എണ്ണ എയിം ചെയ്തോണ്ടിരിക്കാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഫ്ലൂക്കിനാണെങ്കിൽ ഹാലുസിനേഷൻ അധികമായിട്ട് വരികയാണ്. അപ്പൊ അവനാണെങ്കിൽ ആ ഒരു കറുത്ത മാസ്ക് ധരിച്ച ആ ഒരു രൂപം ഇവന്റെ അടുത്തേക്ക് മഴയായിട്ട് വരുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇല്ല എന്റെ അടുത്തേക്ക് വരല്ലേ എന്നൊക്കെ പറയാണ്. അപ്പൊ കാണിക്കുന്ന നമ്മുടെ ടോപ്പിനാണ്. ടോപ്പാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കാണ്. പെട്ടെന്ന് തന്നെ ടോപ്പാണെങ്കിൽ ആ ഒരു കയറൊക്കെ മാറ്റിയിട്ട് നേരെ നമ്മുടെ ഫ്ലൂക്കിന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫ്ലൂക്കിന് തോന്നുന്നത് ആ ഒരു കറുത്ത മാസ്ക് ധരിച്ച രൂപം ഇവന്റെ അടുത്തേക്ക് വരുന്നതായിട്ടാണ്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ടീയാന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് ഫ്ലൂക്ക് നീ വൈറ്റിനെ ഒന്നും ചെയ്യരുത്, നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ചെയ്തോളാൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫ്ലൂക്ക് ആണെങ്കിൽ വൈറ്റിനെ വിടാതെ എല്ലാ സത്യങ്ങളും എനിക്ക് ഇപ്പൊ തന്നെ അറിയണം, നീ മര്യാദയ്ക്ക് പറയുന്നുണ്ടോ ഇല്ലയോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവനിപ്പോ കൊന്നു കളയെന്നൊക്കെ പറയാണ്. ഇതൊക്കെ ടീയാന്നുണ്ടെങ്കിൽ സത്യം പറയാണ്. അന്ന് ആ ഒരു വാട്ടറിനകത്ത് ഇവൻ ഏതോ ഡ്രഗ്സ് എന്തോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കാരണം നമ്മുടെ നോണിന്റെ ബോധം പോവാണ്. അങ്ങനെ ബോധം പോയ നോണിനെ എടുത്തോണ്ട് വന്നിട്ട് അങ്കിളിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അങ്കിളിന്റെ ആൾക്കാർ നമ്മുടെ നോണിനെ ഒരുപാട് അടിക്കുന്നുണ്ട്. നോണിനെ അടിച്ച് താഴത്തേക്ക് ഇട്ടതിന് ശേഷം അവിടേക്ക്
അവിടേക്കാന്ന് ഡെങ്ങിനെയും കൊണ്ടുവരുന്നുണ്ട്. ഡെങ് എന്ന് പറഞ്ഞാൽ ആ ഒരു സാറിനെ അവിടേക്ക് കൊണ്ടുവന്നിടുവാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ബാക്കിയുള്ള ആൾക്കാർ അങ്കിളിന്റെ അടുത്ത് ചോദിക്കുമ്പോഴേ വേറെ എന്താ ചെയ്യാനാ, ഇവര് കാരണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവരെ കൊണ്ട് എനിക്ക് എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുക, ആ രീതിയിൽ എനിക്ക് ക്യാഷ് ഉണ്ടാക്കണമെന്നൊക്കെ അങ്കിൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്കിൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഓർഗൻസ് ഒക്കെ എടുത്തിട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ അതിനുശേഷം ടിയാണെങ്കിൽ അങ്കിളിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടല്ലോ അവരെന്താ ചെയ്തേ, കൊന്നു കളഞ്ഞോ എന്നൊക്കെ. പക്ഷെ അങ്കിളാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു മറുപടി ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫ്ലോക്ക് ആണെങ്കിൽ വയറ്റിനെ തള്ളി മാറ്റിയിട്ട് നേരെ ടീയുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി പോണേ. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കയറി നിന്നിട്ട് പ്ലീസ് ഫ്ലോക്ക്, നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അത് നിന്റെ ഫ്രണ്ടാണ്, അതേപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലേ, നിനക്കൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമില്ലേ, നീ ഇപ്പൊ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ നീ വലിയൊരു കൊലപാതകമായിട്ട് മാറും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്കൊരു ഡോക്ടർ ആവാൻ പറ്റത്തില്ല എന്നൊക്കെ. ഇതേക്കുന്ന ഫ്ലോക്കാന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരും കേട്ടിട്ടില്ല, ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്നില്ല, അതുകൊണ്ട് ഇവരെ കൊല്ലണം, ഇവനാണ് നോൺ മരിച്ചതിന് എല്ലാ കാരണക്കാരൻ, അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഫ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ജിന്നിനെ അടിച്ച് താഴത്തേക്ക് ഇടുവാണ്. അതിനുശേഷം നമ്മുടെ ടീയുടെ നിരക്ക് ഗണ്ണ് എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ടാനാന്നുണ്ടെങ്കിൽ ടീയുടെ അടുത്തേക്ക് വന്നിട്ട് സത്യം പറയണം, നിനക്ക് ഇതല്ലാതെ വേറെ എന്തൊക്കെ കാര്യം അറിയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടീയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.